ഇന്നൊരു സ്പെഷ്യൽ സംഭവമായിട്ട് വന്നിരിക്കുന്നത്. ഒരു പള്ളയിലുള്ളൊരു കോഴി. പള്ളയിലെ കോഴി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോഴീനെ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. അതൊക്കെ പോകെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ലേശം ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു. അതിലേക്ക് നമ്മൾ സ്വല്പം മസാലപ്പൊടി, കുറച്ച് മതി കേട്ടോ മസാല. അതേപോലെ തന്നെ ഒരു 2 പിഞ്ച് മല്ലിപ്പൊടി, കുറച്ച് മതി മല്ലിപ്പൊടി. പിന്നെ ഒരു കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ ലേശം പൊടി, പെരിഞ്ജീരകം. ഇത് ഒക്കെ കൂടി നമുക്കൊന്ന് നന്നായി ഈ കോഴിയിൽ പതിപ്പിച്ച് കൊടുക്കാം, പിടിപ്പിച്ച് നല്ല സെറ്റാക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കാം. കൈയും അതിൻ്റെ കാലും അതിൻ്റെ എല്ലാ ഭാഗത്തും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് മസാല തേച്ച് കൊടുക്കുക. നമ്മുടെ മസാല ഇതിനകത്തുണ്ട്. ആ മസാല എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ വരയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് ആക്കി കൊടുക്കും. ചക്കന് കുറച്ച് ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ കോൺഫ്ലവർ വെക്കരുത്. കോൺഫ്ലവർ വളുവളുത്ത് പോകും. അരിപ്പൊടിയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. സെറ്റായിട്ടുണ്ട്. കറക്റ്റ് ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് കോഴി എഴുന്നേറ്റ് ഇവിടുന്ന് പോകുന്നു തോന്നുന്നു കേട്ടോ. ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കിതിനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പൊരിച്ചെടുക്കാം. നമ്മളിതേ കുറച്ച് മുമ്പ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മളുടെ ഏതാണ് പള്ളയിലെ കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതേ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് ആവി വന്നിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ചിക്കനെ അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവിയിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതായി വരട്ടെ. എല്ലായിടത്തേക്കും അതിൻ്റെ ഇതൊക്കെ പിടിച്ച് വെന്ത് വരുമ്പോഴേക്കും ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. നോക്കാം. അതെ, ഒരു വശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. ഒരു ഇതൊക്കെ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വശം കൂടി ഒന്നും കൂടി ആവണമല്ലോ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റൗ സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോകും. ശ്രദ്ധിക്കണേ. വെയിറ്റ് ഉണ്ടാവും, വലിയൊരു കോഴി ആയതുകൊണ്ട്. ഈ വശം കൂടി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഈ വശമൊക്കെ ഒരു ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ആഹാ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ട. ഇനി ഈ വശം കൂടി ഒന്ന് ആയി വരട്ടെ. നമുക്ക് ഇനി കുറച്ച് നേരം കൂടി അടച്ചു വയ്ക്കാം. നമുക്ക്
നമുക്കിതിലേക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയ്ക്കണ്ടേ, പ്രഗ്നൻ്റ് ആക്കി എടുക്കണ്ടേ നമുക്കതിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച്, ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിനകത്ത് ഏത് നട്ട്സുകളോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, പൊട്ടുകടല എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് കിസ്മിസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കാം. നെയ്യിലാട്ടോ അതൊക്കെ വറുക്കണം ഞാൻ. അപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും, നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ആയിരിക്കും നമ്മളുടെ ഈ ചിക്കനിലേക്കും നമുക്ക് കഴിക്കുമ്പോഴും കിട്ടുക കേട്ടോ. ഇതൊന്നായി വരട്ടെ. നമ്മുടെ കപ്പലണ്ടി ആയി, നമുക്ക് കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുക്കാം കേട്ടോ. ആയിട്ടുള്ള എന്ത് സംഭവവും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊക്കെയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി ഇടാം, ബദാം ഉണ്ടെങ്കിൽ ബദാം ഇടാം, പിസ്ത എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് റോസ്റ്റ് പയ്യൊരു കളർ മാറിയാൽ മതി, കാരണം ഇത് പൊട്ടുകടല നമ്മൾ വറുത്തെടുത്തേക്കണ പൊട്ടുകടല കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ടു കൊടുക്കാം. അതുകൊണ്ട് പൊങ്ങി വരും കേട്ടോ ചൂട് ചെല്ലുമ്പോൾ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ നമുക്ക് റെഡിയാക്കണ്ടേ. അപ്പോൾ കുറച്ച് ഒരു സവോളയും ഒരു തക്കാളിയും 2-3 പച്ചമുളകും കൂടി നമുക്ക് ഇതിനകത്തൊന്ന് തന്നെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഇത് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു ചെറിയ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ വേണ്ടി ഒരു മസാല ചെയ്യണമല്ലോ. നമുക്കത് റെഡിയാക്കി എടുക്കാം. നമുക്കപ്പോൾ ഇനി നമ്മളുടെ ഇതിനകത്തേക്ക് വേണ്ട ആ ഒരു ചെറിയ ഇത് ശരിയാക്കി എടുക്കാം കേട്ടോ. ഞാനകത്തേക്ക് ഇത്തിരി ഇത് നെയ്യിലാട്ടോ ഞാനിത് ശരിയാക്കി എടുക്കണേ. കുറച്ച് സബോളയും ഒരു 3-4 പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല നമ്മുടെ പ്രഗ്നൻറ്റ് ചിക്കനിലേക്ക്. നമ്മളിതിൽ ഇഞ്ചിയൊന്നും ചേർക്കുള്ളൂ. ഓൾറെഡി നമ്മൾ ഇഞ്ചിയൊക്കെ മറ്റേതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 മുളക് ഇട്ടതെന്ന് പറഞ്ഞാൽ നല്ല കാന്താരി മുളകാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 കാന്താരി മുളക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി. പൊടിക്ക് ഉപ്പ്, ഇതങ്ങടെ ആയി വരട്ടെ. കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളുടെ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ നിറച്ച് കൊടുത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ കുറേ വേപ്പില ചേർത്തോ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. ഒരു തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ടൊന്ന് ആയിക്കോട്ട്. നമുക്ക് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും പൊടിക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പുണ്ടോ എന്ന് നോക്കാം. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ചൂടാറും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം, ചിക്കൻ്റെ അകത്തേക്ക് ഇട്ടാ. ഇത്തിരി മഞ്ഞൾപ്പൊടി, പൊടിക്ക് മതി കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി. കുറച്ച് മതി, നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിന് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു കുറച്ച് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടാണ്. ഇതൊന്ന് നോക്കിയിട്ട് ഇതിൽ ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ്ങും റെഡിയായി. ഇനി നമ്മുടെ കോഴി അങ്ങോട്ട് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക്
ഫില്ല് ചെയ്ത് പൊരിച്ചെടുക്കാം. നോക്കട്ടെ, ഉപ്പിൻ്റെ ഒരു ഇത്തിരി കുറവുണ്ട്, ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ടാ. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി ഇതൊന്ന് ചൂടാറ്റാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇതിനകത്ത് ഇരുന്ന് അത് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ വേറൊരു ടേസ്റ്റ് ആവും നമ്മളുടെ ഫില്ലിങ്ങിന്. കോഴി ഇതേ ചൂടൊക്കെ ആറിയുണ്ട്. ഇനി നമുക്കിതിനെങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഇവിടെ ആ പോർഷനിലേക്കാണ് നമ്മളുടെ ഈ എല്ലാ സംഭവങ്ങളും കയറ്റി കൊടുക്കണം കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് നമ്മളുടെ ആ മസാല ഉള്ളിലേക്ക് കയറ്റാം. കുറച്ച് മസാല ഉള്ളിലേക്ക് കയറ്റി ഇനി കുറച്ച് നമ്മുടെ ഡ്രൈ ഇതുകളൊക്കെ നമ്മളിത് ചെയ്ത് വെച്ചില്ലേ, ഇനി അത് കുറച്ച് കയറ്റി കൊടുക്കാം. നമുക്ക് ഒരു മുട്ട കൂടി വെച്ച് കൊടുക്കാം. അങ്ങോട്ട് തള്ളി കൊടുക്കാം. അങ്ങോട്ട് കയറിപ്പോയി. ഇനി കുറച്ച് മസാലയും കൂടി ഇതിനകത്തേക്ക് തള്ളി കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ ആയിട്ടുള്ള ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ കൂടി കപ്പലണ്ടിയും പൊട്ടുകടലയും പിന്നെ നമ്മളുടെ ഇതെല്ലാം കൂടി അങ്ങോട്ട് കയറ്റാം. ഒരു മുട്ടയായിട്ടൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. ഇച്ചിരി ചെറിയ ചിക്കനാണ്, അതുകൊണ്ട് ഒരെണ്ണ പറ്റുള്ളൂ. ഇനി കുറച്ച് മസാല കയറ്റാം. നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് വയ്ക്കാം. കാരണം നമ്മളിത് പൊരിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് അകന്ന് പോവാതിരിക്കാൻ കേട്ടാ. ഒരു ടൂത്ത് പിക്കില്ലേ, നമ്മളത് വെച്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ പോർഷനില്ലേ, അല്ലെങ്കിൽ ഇത് ഇടുമ്പോൾ ഇറങ്ങിപ്പോരും. അങ്ങനെ വരാതിരിക്കാൻ ഈ ഭാഗം അങ്ങോട്ട് ലോക്ക് ചെയ്യാം. കാലിൻ്റെ ഈ പോർഷനും രണ്ടുമായിട്ട് ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് തിരിച്ചിട്ട് പൊരിച്ചെടുക്കാം. പാൻ ദേ അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഞാൻ ദേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ല വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് മതി കേട്ടോ. ഒരു 4-5 സ്പൂൺ കറക്റ്റ് കാണുമായിരിക്കും. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഞാൻ അതിനകത്തേക്ക് ഒരു ഫ്ലെയിം എന്താ പറയുക, ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബേ ലീവ്സ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കേണ്ടത്. അതിൻ്റെ മേളിലാട്ടോ ഞാൻ ഈ ചിക്കനെ കയറ്റി വയ്ക്കുന്നത്. ഒന്നായി വരുമ്പോൾ നമുക്ക് മറ്റേ വശവും മറിച്ചിടാം കേട്ടോ. നമുക്കതുകൊണ്ട് മറിച്ചിട്ടാലോ. ആയിട്ടുണ്ടെന്ന് തോന്നണ്ട കണ്ടിട്ട്. മണമൊക്കെ വന്നിട്ടുണ്ടെന്നല്ലേ, കണ്ട.
വശമായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ബാക്കിയ വശം കൂടി. ആ ബേ ലീഫിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ. വാവ്. അടുത്ത വശം നമുക്ക് തിരിച്ചിടാം കേട്ടോ. എന്നോടോന്നോ ചോദിക്കണേ ഇത്. ഇനി നമുക്കിങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെയല്ലേ വെച്ചേക്കാം. നമുക്കൊന്ന് ചരിച്ച് ഒരു വശം ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്തിരിക്കാം. ഇനി ചരിഞ്ഞിരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ ഈ സൈഡും ആയി കിട്ടും. ഇപ്പുറത്തെ സൈഡ് നോക്കി നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടിഭാഗം കിടന്നില്ലേ, അവിടെ നല്ലത് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചരിച്ച് വെച്ച് 2 വശവും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഉള്ളിലൊന്നും വേഗില്ല. നമ്മൾ ചരിച്ച് വെച്ച് ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശവും അതേപോലെ തന്നെ ചരിച്ച് വയ്ക്കാം കേട്ടോ. രണ്ടായി സൈഡൊക്കെ ആയി വന്നു. നമുക്കൊന്ന് തല കുത്തി നിർത്തിയാലോ? നമ്മുടെ ചിക്കനെ തല കുത്തി നിർത്താം. ദൈവമേ, പാവം കോഴീനെ എന്തൊക്കെ കഷ്ടപ്പാടുകൾ എല്ലാവരും കൂടി കാണിച്ചു കൂട്ടണേ. നോക്കണേ, കുറച്ചു നേരം നമുക്ക് തല കുത്തി നിർത്താട്ടെ. അതിനെ കുത്തി നിർത്തിയിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കാം. നമ്മുടെ 2 വശവും മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടറിയാതെ ഉണ്ട്, നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തല കുത്തി നിർത്തിയായിരുന്നു, പിന്നെ അതിന് 2 സൈഡും നമ്മൾ ഇതാക്കി. ഇനി ഈ 2 സൈഡും കൂടി നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. കാരണം ഇത് നമ്മൾ ആവിയിൽ വെന്തപ്പോൾ ഇത് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ മൊരിഞ്ഞിട്ടില്ല. മൊരിഞ്ഞ് നമുക്കിങ്ങനെ എല്ലൊക്കെ ഇങ്ങനെ കറുമുറുന്ന് കടിക്കുമ്പോഴല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ മോൾക്കൊക്കെ അതാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ മൊരിഞ്ഞു വന്നത്. അപ്പോൾ 2 ഭാഗം ഒന്നും കൂടി നമുക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്ത്. നമ്മൾ നോക്കിയേ, എണ്ണയൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. അതെന്താ എണ്ണ അധികം എടുക്കാഞ്ഞെന്നറിയോ? നമ്മളത് ആവിയിൽ വേവിച്ചെടുത്തായിരുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് എണ്ണയിലേക്ക് ഇടും. അങ്ങനെ വരുമ്പോഴാണ് ഒത്തിരി എണ്ണ ചിക്കൻ വലിച്ചെടുക്കണേ. ഇതിപ്പോൾ അധികം എണ്ണയൊന്നും ആയിട്ടില്ല. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് കഴിഞ്ഞ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉള്ളു വെന്തില്ല. അപ്പോൾ ഞങ്ങൾ ഈ സൈഡൊന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത്. പിന്നെ അതേപോലെ ആ ബേ ലീഫ് കണ്ടോ, ആ ലീഫിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതിങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ വേപ്പിലയും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇട്ടേക്കണ ആരും വേപ്പില പെട്ടെന്ന് ഇതായിപ്പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കയറണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ബേ ലീഫൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ സ്മെല്ലും ഒക്കെ കൂടി വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതേ നമ്മുടെ ചിക്കൻ പൊള്ളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാര്യമായിട്ട് എന്താ പറയണേ, തമാശയൊന്നുമല്ല, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലൊരു ചിക്കൻ ആരും കഴിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ഇത് നോക്കണം. ഇനി നമുക്കിത് പ്ലേറ്റിങ് ചെയ്യാം. പ്രഗ്നൻ്റ് ചിക്കനെ ഞങ്ങളിത് തുറന്നത് കണ്ട, ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തതേ, എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കണ്ട. അതേപോലെ മുട്ടയും ഇതെല്ലാം സൂപ്പറായിട്ടിരിപ്പുണ്ട്.